അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, ഒരു ചോദ്യം. ഇപ്പോൾ ഏകദേശ പള്ളിയിലും കസാല ഇട്ടിട്ട് നിസ്കരിക്കുന്ന ആൾ പ്രായമായ ആളായാലും തിരക്കേടില്ല. ഇത് ഏകദേശം ചെറുപ്പക്കാർ തന്നെ ഒരു 30-35 വയസ്സ് 40 വയസ്സെല്ലാം ഉള്ള ആൾക്കാർ ഒരു പ്രയാസമില്ലാതെ പള്ളിയിലേക്ക് നല്ല നിലയിൽ നടന്ന് വരുന്ന കാണുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും കാല് മുട്ടുവേദന അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ വരുന്ന നടത്തത്തിലെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഒന്നുമില്ല, വന്നിട്ട് പള്ളിയിൽ കയറിയിട്ട് കസാല ഇട്ട് ഇരുന്ന് നിസ്കരിക്കുന്ന അവസ്ഥ കാണുന്നുണ്ട്. അപ്പം അത് കഴിവുള്ളവനെല്ലാം നിന്ന് നിസ്കരിക്കണമെന്നല്ല പറഞ്ഞു. അപ്പോൾ ഇത് വ്യാപകമായിട്ട് ഇന്ന് കാണുന്നത് ഏകദേശം ആൾക്കാർ ഇരുന്ന് നിസ്കരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ വിധി എന്താണ് ഉസ്താദ്? ഫർള് നിസ്കാരത്തിൽ നിൽക്കാൻ കഴിവുള്ളവർ നിൽക്കുക എന്നുള്ളത് 4 മദ്ഹബിലും നിർബന്ധം. 4 മദ്ഹബിലും പറയുന്ന ഫർള് നിസ്കാരത്തിൽ നിൽക്കാൻ കഴിവുള്ളവർ നിൽക്കൽ നിർബന്ധമാകും. കഴിവില്ലാത്തവർ പിന്നെ എന്തുണ്ട്, പിന്നെ ഒരു സാധ്യമാകുന്ന രൂപത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്ന റൂട്ടിൽ തന്നെ 4 മദ്ഹബും പോകുന്നത്. ഇപ്പോൾ ചില പള്ളികളിലൊക്കെ, ഏറെക്കുറെ പള്ളികളിലും എന്ന് തന്നെ പറയാം, അതിപ്പോൾ വിദേശത്ത് മാത്രമല്ല നമ്മുടെ നാട്ടിലൊക്കെ കാണും, ഇരുന്ന് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് തന്നെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടാകും. അത് നിൽക്കാൻ കഴിയാത്തവർക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആര് നിൽക്കാൻ കഴിയുന്നവർ മനസ്സിലാക്കണം, ഇത് നിൽക്കാൻ കഴിയാത്തവർക്കുള്ളതാണ് എന്നുള്ളത്. പള്ളിയിലേക്ക് ഇങ്ങനെ നടന്നിങ്ങനെ വരും, എന്നിട്ട് പിന്നെന്താകും, ഇരുന്നങ്ങോട്ട് നിസ്കരിക്കും. അപ്പം ന്യായം പറഞ്ഞാൽ എന്താ, നമുക്ക് സുജൂദിൽ പോകുക, അതുപോലെ അത്തഹിയാത്തിൽ കാല് മടക്കി ഇരിക്കുക എന്നൊക്കെ പറയുന്നത് ആ ചെമ്പ്രപ്പഴയിട്ട് ഇരിക്കണ്ടല്ലോ, അതൊരിക്കലും കഴിയൂല, കാല് മടങ്ങി കിട്ടൂല എന്നൊക്കെ. അപ്പം അതിപ്പോൾ ചെറുപ്പക്കാർ പ്രായമുള്ളവർ എന്ന് നോക്കണ്ടാവും, ആർക്കൊക്കെ സാധിക്കൂല എന്ന് ഓരോരുത്തർക്കും എല്ലാം അറിയാം. ഇപ്പം കാലിൻ്റെ ഈ പറയുന്ന പ്രയാസങ്ങൾ ചിലപ്പോൾ ചെറുപ്പക്കാർക്കും ചിലപ്പോൾ ഒന്നും ഉണ്ടായില്ല. അവരെ കണ്ടാൽ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല, അവർ നടന്നു വരുന്നുണ്ടാകും. അപ്പൊ അവര് വന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, ആ നിസ്കാരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇരിക്കുന്നു. അവിടെയാണ് ഈ പ്രശ്നം. റുക്കൂ ഒക്കെ ചിലപ്പോൾ നിന്നാണ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ സുജൂദ് അത്തഹിയാത്തിനൊക്കെയാണ് ഇപ്പൊ ഈ പറയുന്ന പ്രയാസം വരിക. അതിനെന്തിനാ തുടക്കത്തിലേ നിൽക്കേണ്ട ആവശ്യം തന്നെയാണ്. അപ്പൊ തുടക്കത്തിൽ എത്രയാ സാധ്യമാകുന്ന അത്രയും നിൽക്കണ്ടേ, എന്നിട്ട് പിന്നെ സാധ്യമാകാത്ത രൂപത്തിൽ അവിടെ ഇരിക്കണ്ട. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഇതിപ്പോ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുന്ന സമയത്ത് തന്നെ ഇത് ഈ രൂപത്തിലൊക്കെ കാണാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്തു കഴിഞ്ഞാൽ 4 മദ്ഹബിലും എന്താകൂല, അവരുടെ നിസ്കാരം സഹിയാകൂല എന്ന് തന്നെ പറയാൻ പറ്റും. മനസ്സിലായില്ല? 4 മദ്ഹബിലും, ഏതായാലും 4 മദ്ഹബിലും ഈ പറയുന്ന നിൽക്കാൻ കഴിവുള്ളവർ ഫർള് നിസ്കാരത്തിൽ നിൽക്കൽ നിർബന്ധമാണ്. 4 മദ്ഹബിന്റെ വീക്ഷണങ്ങൾ വിശദീകരിക്കുന്ന കിതാബിലൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ റഹ്മത്തുൽ ഉമ്മ ഫി ഇഖ്തിലാഫിൽ ഇമ്മ എന്ന് പറയുന്ന കിതാബ്, ഇത് 4 മദ്ഹബും വിശദീകരിക്കുന്ന ഒരു കിതാബ് തന്നെയാണ്. ഇതിൻ്റെ മുസന്നിഫ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഹുസൈൻ ദിമഷ്കി, ഇതിൻ്റെ 1-ാം വാള്യം, ഇതിന് 103-ാമത്തെ പേജിൽ പറയാണ് കേട്ടോ, വത്തഫഖൂ. ഇതിൽ ഇത്തഫഖൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളും തർക്കമൊന്നുമില്ല, അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല എന്നാണ് പറഞ്ഞതിനർത്ഥം. വത്തഫഖൂ, എല്ലാ പണ്ഡിതന്മാരും ഏകോപിച്ചിട്ടുണ്ട്. അലാന്നൽ ഖിയാമ ഫർളും ഫിസ് സലാത്തിൽ മഫ്റൂളത്തി അലൽ ഖാദിരി. ഉണ്ടോ, നിൽക്കാൻ കഴിവുള്ളവൻ ഫർള് നിസ്കാരത്തിൽ നിൽക്കുക എന്നുള്ളത് അത് 4 മദ്ഹബും ഒത്തു സമ്മതിച്ച കാര്യം തന്നെയാണ്. മതാ തറക്കഹു മഅൽ ഖുദ്റത്തി ലം തസിഹ് സലാത്തു. ഉണ്ടോ, ആർക്കെങ്കിലും സാധ്യമാകുന്നതിനോട് കൂടെ, നിൽക്കാൻ സാധ്യമാകുന്നതിനോട് കൂടെ എങ്ങാനും ഇരുന്ന് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന്റെ നിസ്കാരം തന്നെ സഹീഹല്ല. അപ്പൊ പിന്നെ അശക്തതയിലാകുമ്പോൾ നിൽക്കാനേ കഴിയില്ല ഒരാൾക്ക്. ഉണ്ടോ, കയ്യൂലെങ്കിൽ അപ്പൊ ഇരിക്കട്ടെ. അപ്പൊ ആ റൂട്ട് തന്നെയാണ് 4 മദ്ഹബും പോയിട്ടുള്ളത്. ഏതായാലും നമ്മുടെ മദ്ഹബാവുന്ന ശാഫിഈ മദ്ഹബിൽ വളരെ കണിശമായിക്കൊണ്ടത് പറയുന്നുണ്ട്. ഒരു നിലക്കും ഈ പറയുന്ന നിൽക്കാൻ കഴിവുള്ള ഒരാള് ഈ പറയുന്ന ഇരിക്കാൻ പറ്റൂല എന്നുള്ളത്. അപ്പൊ പിന്നെ പറഞ്ഞെന്താണ്, നമുക്ക് കണ്ടാൽ ചെറുപ്പക്കാരനാണെങ്കിലും എനിക്ക് അത്തഹിയാത്തിന് കഴിയില്ല, സുജൂദിന് കഴിയില്ല എന്ന ന്യായങ്ങളായിരിക്കും പിന്നെ പറയാ. അതിനെന്തിനെ തുടക്കം മുതൽക്കേ ഈ പറയുന്ന നിർത്തം ഒഴിവാക്കി?
അതും വ്യക്തമായിക്കൊണ്ട് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ മിൻഹാജു ത്വാലിബീൻ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഏതിനാണോ അശക്തത അവിടെ ഇരുന്നാൽ മതി, ബാക്കിയുള്ളതൊക്കെ നിന്ന് തന്നെ ചെയ്യണം എന്ന് വ്യക്തമായിക്കൊണ്ട് തന്നെ മിൻഹാജുൽ നവവി ഇമാം പറയുന്നുണ്ട്. മിൻഹാജിന്റെ 78-ാമത്തെ പേജിൽ ആണോ വലു അംകനഹുൽ ഖിയാമു ദൂനർ റുകൂഇ വസ്സുജൂദി. റുക്കൂനും സുജൂദിനൊന്നും കഴിയൂല, നിൽക്കാൻ കഴിയൂല. നേരെ മറിച്ചോ നൃത്തം കഴിയും. എന്ത് നൃത്തം കഴിയും? റുക്കൂ സുജൂദ് ഒഴികെയുള്ള ബാക്കി ഫാത്തിഹ സൂറത്ത് അങ്ങനെ കോതാളുള്ളതിനൊക്കെ പേര് നിൽക്കാൻ കഴിയും. അപ്പൊ കുറച്ച് കയ്യും നിൽക്കാനെന്ന് അർത്ഥം. അപ്പൊ ഈ പറയുന്ന ഇരിക്കാൻ കഴിയൂല, ബുദ്ധിമുട്ടാണ് എന്നർത്ഥം. എങ്ങനെ ഈ പറയുന്ന എൻ്റെ അത്തഹിയാത്തിനും എൻ്റെ സുജൂദിനും ഒക്കെ കാല് മടങ്ങി കിട്ടൂല എന്നാണ് എന്നതിൽ കാമ. അപ്പൊ അവൻ നിന്നെ നിസ്കരിക്കണം. പിന്നെ ബാക്കിയുള്ളതോ ഫഅലഹുമാ ബിഖദ്രി ഇംകാനിഹി. റുക്കൂ സുജൂദും പിന്നെ എങ്ങനെ അവന് സാധ്യമാകുന്ന രൂപത്തിൽ അങ്ങനെ ചെയ്യട്ടെ. അപ്പൊ ആ രൂപത്തിൽ ചെയ്യട്ടെ. അപ്പൊ നിന്ന് കഴിയൂലെങ്കിൽ പിന്നെ അതിന് സാധ്യമാകുന്ന രൂപത്തിൽ എങ്ങനെയാണോ ഇരുത്തം, എങ്ങനെയാണ് അവനക്ക് എളുപ്പമായി കിട്ടുന്നെങ്കിൽ ആ ഇരുത്തവൻ ഇരുന്നോട്ടെ എന്ന അടിസ്ഥാനത്തിലാണ് പോകുന്നതൊക്കെ. അപ്പൊ ഏതായാലും തുടക്കം മുതൽക്കേ നിൽക്കാൻ പറ്റൂല. ഈ കാര്യം നിർബന്ധം തന്നെയാണ്. എത്രത്തോളം കുറച്ച് നിൽക്കാൻ കഴിയും ആ നൃത്തം ഒരു സഹായത്തോടു കൂടെയാണെങ്കിൽ ആ സഹായത്തോടു കൂടെ നിന്നിട്ടെങ്കിലും നിസ്കരിക്കണം, അത് നിർബന്ധം തന്നെയാണ് എന്ന് മിൻഹാജ് വിശദീകരിച്ചുകൊണ്ട് ഖാത്തിമുൽ മുഹഖ്ഖീൻ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അടുത്ത തുഹ്ഫയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തുഹ്ഫത്തുൽ മുഹ്താജിന്റെ 2-ാം വാള്യം ഇതിന്റെ 31-ാമത്തെ പേജിലുണ്ടോ കാമ വുജൂബൻ വലോബി മുഈനിനുണ്ടോ. അത് നിർബന്ധാണ്. ഒരു സഹായിയെ കൊണ്ടാണെങ്കിലും അത് നിർബന്ധമായിട്ട് വരും. അങ്ങനെ തന്നെ നിന്നോളണം. അതിന് മഹാനവറുകളൊക്കെ ഇല്ലത്ത് പറഞ്ഞ എന്താ ലി അന്നൽ മൈസൂർ ലാ യസ്ഖുതു ബിൽ മഅസൂരി. ഉണ്ടോ ഒരു എളുപ്പമാകുന്ന ഒരു കാര്യം അത് എളുപ്പമാകാത്തൊരു കാര്യം കൊണ്ട് ഒഴിവായി പോകൂലല്ലോ. ഇപ്പൊ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്, കാല് മടങ്ങി കിട്ടൂല എന്നാണ് പറയുന്നതെങ്കിൽ ആ ഒരു കാരണം കൊണ്ട് ഈ ഫാത്തിഹ സൂറത്തും ഈ തുടക്കത്തിലെ നൃത്തം എങ്ങനെ ഒഴിവാകും? അപ്പൊ ഒരു അശക്തതയുണ്ട് വിചാരിച്ചുകൊണ്ട് തുടക്കം മുതൽക്കേ അത് ഒഴിവാക്കാൻ കഴിയൂല. അങ്ങനെ ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ കഴിയാത്ത സ്ഥലത്ത് വെച്ചുകൊണ്ട് ആണ് ഇരിക്കാൻ വേണ്ടി പറഞ്ഞത്. ചില ആളുകൾക്ക് റുക്കൂനും കഴിയൂലേ, എന്താ പിന്നെ അവിടെ ഇരുന്നോട്ടെ. ചിലർക്ക് റുക്കൂന് കഴിയും, സുജൂദിന്റെ അവിടെ ആയിരിക്കും പ്രശ്നം. അപ്പോഴേ ഇരിക്കാൻ വേണ്ടി പറഞ്ഞുള്ളൂ. അപ്പൊ അത് ഒക്കെ വ്യക്തമായിക്കൊണ്ട് തുഹ്ഫ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഖാസിം അൽ അബ്ബാദി റഹിമഹുല്ലാ ആശത്തുൽ അബ്ബാദിയിൽ അതൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആശത്തുൽ അബ്ബാദിയുടെ 2-ാം വാള്യം തന്നെ ഇതിന്റെ 202-ാമത്തെ പേജിലുണ്ടാവും. ഇപ്പം ഇരുനിസ്കരിക്കുക എന്ന് പറയുന്നിടത്ത് ഹാലൽ അജ്സി ലാ മുത്ലഖനുണ്ടാവും. എവിടെയാണോ അശക്തത ആ അശക്തത എവിടെയാണോ അവിടെയാണ് ഇരിക്കേണ്ടത്. അല്ല മുത്തലക്കം നിലക്ക് നിരുപാധികം ഇരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരാൾക്ക് ഇരിക്കാൻ കഴിയൂല, സുജൂദിന് ബുദ്ധിമുട്ടാണ്, അല്ല അത്തയ്യാത്തിൽ കാല് മടങ്ങി കിട്ടൂല. അപ്പൊ അങ്ങനെ ആകുമ്പോൾ മുതലക്കം നിൽക്കുന്ന തുടക്കത്തിലേ നിന്ന് നിസ്കരിക്കുന്ന ഒരാള് ആ തുടക്കം മുതൽക്ക് തന്നെ ഇരുന്നാണ്ട് നിസ്കരിക്കാൻ കഴിയൂല. അപ്പൊ ആൾ ഇങ്ങനെ നടന്നു വന്നു, ഇങ്ങോട്ട് കസാരയിലാണ്ട് ഇരുന്നു, ഇങ്ങോട്ടാണ് നിസ്കരിക്കുക തന്നെ. കസാര ഇരിക്കുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, കുറച്ചൊന്നുമില്ല, ഞാനിലേക്ക് പോകുന്നില്ല. അപ്പൊ ഏതായാലും അവിടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ആ റൂട്ടിൽ തന്നെ ആയിരിക്കണം. അല്ലെങ്കിലും നമ്മുടെ ഇസ്ലാമിന്റെ നിയമം അങ്ങനെ തന്നെയല്ലേ. പൊതു നിയമമായിട്ട് പറയുന്ന റസൂലുള്ളാഹി പറഞ്ഞു നിങ്ങൾക്ക് സാധ്യമാകുന്നത് ചെയ്യണം. ഏതൊരു കാര്യത്തിലും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യമാണ് സാധ്യമാകുന്നത് ചെയ്യുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഹദീസ് മഹാനായ ഇമാം മുസ്ലിം റഹിമഹുല്ലാ അവിടുത്തെ സ്വഹീഹ് മുസ്ലിമിൽ അത് കൊണ്ടുവരുന്നുണ്ട്. ബുഖാരിയിലും എല്ലായിടത്തും മുത്തഫഖുൻ അലൈഹി ഹദീസ് പലയിടത്തും ഉണ്ട്. ഈ ഹദീസിന്റെ കിതാബിലൊക്കെ ഈ പറയുന്ന ഹദീസിന്റെ ഈ ഹദീസ് കൊണ്ടുവരാറുണ്ട്. സുയൂത്തി ഇമാം ജാമി സഗീറിൽ കൊണ്ടുവന്നിട്ടുണ്ട്, പലരോടും കൊണ്ടുവന്നിട്ടുണ്ട്. മുസ്ലിമിന്റെ 500-ാമത്തെ പേജിലായിട്ട് 1337-ാമത്തെ ഹദീസായിട്ട് ബാബു ഫർളുൽ ഹജ്ജി മറത്തം ഫിൽ ഉംർ എന്ന് പറഞ്ഞ അതിന്റെ അധ്യായം നോക്കിയാൽ കാണും. കണ്ടോ, ഫൈദ വലിയ ദീർഘമായ ഒരു ഹദീസാണ്. അതിൽ പറയുന്നു ഫൈദ അമർത്തുക്കും ബിശൈഇൻ ഫഅ്തു മിൻഹു മസ്തതഅതും. കണ്ടോ, ഒരു കാര്യം നിങ്ങളോട് അല്ലാഹു തആല കൽപ്പിച്ചാൽ, ഒരു കൽപ്പന വന്നു കഴിഞ്ഞാൽ, ഒരു കാര്യത്തിൽ കൽപ്പന വന്നു കഴിഞ്ഞാൽ ഫഅ്തു മിൻഹു മസ്തതഅതും, അതിൽ സാധ്യമാകുന്നത് നിങ്ങൾ കൊണ്ടുവരണം. അപ്പൊ സാധ്യമാകുന്നത് ചെയ്യുക, സാധ്യമാകാത്ത ചെയ്യണ്ട എന്നാണ് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് തന്നെ ഇത് നിസ്കാരത്തിലേക്കും നോമ്പിലേക്കും അതുപോലെ തന്നെ വുളൂഇലേക്കും എല്ലായിടത്തും ഇത് ബാധിക്കും, ഇത് ഇസ്ലാമിന്റെ പൊതു നിയമമാണ് എന്ന് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു മിൻഹാജുൽ മുഹദ്ദിസീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഷറഹ് മുസ്ലിമിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഷറഹ് മുസ്ലിമിന്റെ 8-ാം വാള്യം ഇതിന്റെ 169-ാമത്തെ പേജിൽ കണ്ടോ ഹാദാ മിൻ ഖവാഇദിൽ ഇസ്ലാമിൽ മുഹിമ്മത്തി. കണ്ടോ,
ഇത് ഇസ്ലാമിൻ്റെ ഒരു നിയമം തന്നെയാണിത്, ഒരു പൊതു നിയമമാണിത്. ഫൈദാമർത്തുക്കും ബിശൈഇൻ ഫഅ്തു മിൻഹു മസ്തതഅതും, ഒരു കാര്യം കണ്ട് കൽപ്പിച്ചു കഴിഞ്ഞാൽ സാധ്യമാകുന്നത് ചെയ്യുക എന്നുള്ളത്. എന്നിട്ട് പിന്നെ പറഞ്ഞു ഫൈദാ അജസ അൻ ബഅലി അർകാനിഹ ഔ ബഅലി ശുറൂതിഹ അതാബിൽ ബാഖി വൈദാ അജസ അൻ ബഅലി അഅലാഇൽ വുളൂഇ അവിൽ ഗുസ്ലിൽ മുംകിന. ഉണ്ടോ, നിസ്കാരത്തിലായാലും വുളൂയിലായാലും ഒക്കെ സാധ്യമാകാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചെയ്യണ്ട, സാധ്യമാകുന്നത് ചെയ്യണം. അപ്പൊ ഏതൊരു കാര്യത്തിന്റെയും സാധ്യമാകുന്നത് ചെയ്യണം. അപ്പൊ ഒരാൾക്ക് ഇരിക്കാൻ കഴിയില്ല എന്നാണ് എന്നുണ്ടെങ്കിൽ തുടക്കത്തിലെ കഴിയാത്തവരാണോ എന്ന് നോക്കണം. തുടക്കത്തിലെ കഴിയാത്തവരാണെന്നുണ്ടെങ്കിൽ തുടക്കം തന്നെ ഇരുന്നോട്ടെ. അതാ ഇരുത്തം എങ്ങനെയാണ് അയാൾക്ക് കഴിയുക, ആ രൂപത്തിൽ ഇരിക്കട്ടെ, ആ രൂപത്തിൽ. പിന്നെ അതിനും കഴിയാത്തവരൊക്കെ പിന്നെ പറയുന്നുണ്ട്. അപ്പൊ നേരെ മറിച്ച് കുറച്ച് കഴിയോ, എന്നാൽ ആ കുറച്ച് കഴിയുന്ന ആ രൂപം നിൽക്കട്ടെ. കുറച്ച് നിൽക്കാൻ കഴിയും, എന്നാൽ കുറച്ച് ചെയ്യട്ടെ, ബാക്കി എന്ത് ചെയ്യട്ടെ. ഇതൊക്കെ ഫർദ് നിസ്കാരം നിർബന്ധമായി വരും. സ്ത്രീകളും അതുപോലെ തന്നെ വീട്ടിൽ നിസ്കരിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇപ്പോൾ ചിലപ്പോൾ സ്ത്രീകൾക്കുണ്ടാവും അസുഖങ്ങളും മറ്റുമൊക്കെ. അപ്പൊ ആയതുകൊണ്ട് തന്നെ അവരും എല്ലാവർക്കും ഒരുപോലെയാണ് ഈ നിയമങ്ങളൊക്കെ. കഴിയാത്ത ഭാഗം അവിടെ ഇരുന്നുകൊണ്ട് നിസ്കരിക്കുക എന്നല്ലാതെ തുടക്കത്തിലേ ഇങ്ങനെ ചെയ്ത് നിസ്കാരം തന്നെ സഹിയാവൂല, നിസ്കാരേ സഹിയാവൂല. അതുകൊണ്ട് നല്ലോണം ഗൗരവമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതൊക്കെ കേട്ടോ.